കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായുള്ള കൂടിക്കാഴ്ച പൂർത്തിയായതിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, പറയൂ വിവരങ്ങൾ. ഏതാണ്ട് ഒരു മണിക്കൂറോളമാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബൽറാം, ഒരു നിമിഷം ബൽറാമിലേക്ക് എത്താം. ഇപ്പോൾ കൂടിക്കാഴ്ച പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ട് മുഖ്യമന്ത്രി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ചീഫ് സെക്രട്ടറിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഉദ്യോഗസ്ഥതല സംഘവും അനുഗമിക്കുന്നുണ്ടായിരുന്നു. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി തുടരുന്നുണ്ട്. ബൽറാം, പറയൂ. ഉന്മേഷ കൂടിക്കാഴ്ച പൂർത്തിയായിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി സംഘം അല്പസമയം മുമ്പാണ് കൂടിക്കാഴ്ച പൂർത്തിയാക്കി ട്രാൻസ്പോർട്ട് ഭവനിൽ നിന്നും മടങ്ങിയത്. വൈകിട്ട് 4 മണിക്ക് മന്ത്രി PA മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുന്നുണ്ട് കേരള ഹൗസിൽ വെച്ച്. ഒരു വാർത്താ സമ്മേളനത്തിലായിരിക്കും കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ, കൂടിക്കാഴ്ചയിൽ എന്തെല്ലാം വിഷയങ്ങൾ ഉന്നയിച്ചു എന്നതുമായി ബന്ധപ്പെട്ടും സംസ്ഥാനം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കുക. നിലവിൽ ഏതാണ്ട് 1 മണിക്കൂറോളമാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയമായ ട്രാൻസ്പോർട്ട് ഭവനിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി സംഘം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ദേശീയപാത 66-ലുണ്ടായ തകർച്ചയുടെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളത്. പ്രധാനമായും ഈ കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വെച്ച കാര്യം എന്നുള്ളത് ദേശീയപാത 66-ന്റെ തകർച്ച, മലപ്പുറം കുരിയാടുണ്ടായ തകർച്ചയും അത് ജനങ്ങളിലും സംസ്ഥാന സർക്കാരിലും ഉണ്ടാക്കിയ ആശങ്കയുമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന പദ്ധതിയാണ് ദേശീയപാത 66. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ ഒരു തകർച്ചയുണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സംസ്ഥാനം കേന്ദ്ര സർക്കാരുമായി ആശയവിനിമയം നടത്തുകയും ദേശീയപാത തകർന്ന സംഭവത്തിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം നടപടി എടുക്കുകയും ചെയ്തിരുന്നു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തന്നെ ഈ വിഷയത്തിൽ വിശദീകരണങ്ങൾ, എന്താണ് സംഭവിച്ചത് എന്നുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് നേരിട്ട് തന്നെ അദ്ദേഹം കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. ഇതിൻ്റെ തുടർ നടപടിയായാണ് ഈ പദ്ധതിയുടെ കരാർ നേടിയിരുന്ന കമ്പനിക്ക് 1 വർഷത്തേക്ക് ഡീബാർ ചെയ്യുന്ന നടപടി ഉണ്ടായത്. ഒപ്പമാണ് ഈ ദേശീയപാത പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ, ദേശീയപാത അതോറിറ്റിയിലെ 2 ഉദ്യോഗസ്ഥരെ ഒരാളെ സസ്പെൻഡ് ചെയ്യുകയും ഒരാളെ പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു. ഇത്തരത്തിലുള്ള കടുത്ത നടപടികൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഈ ദേശീയപാത തകർന്ന അതുമായി ബന്ധപ്പെട്ട് ബദൽ നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് എന്താണ് മുന്നോട്ട് വയ്ക്കാനുള്ളത് എന്ന കാര്യം ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ സംസ്ഥാനം ഉന്നയിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ ആ തകർന്ന ഭാഗത്ത് പുനർനിർമ്മാണം ആവശ്യമാണ് എന്ന് തന്നെയാണ് ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തിയ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നത്. അവിടെ പാലം നിർമ്മിക്കുക എന്നുള്ളതാണ് മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം. അത് ദേശീയപാത അതോറിറ്റി അംഗീകരിക്കുന്നു, ഉപരിതല ഗതാഗത മന്ത്രാലയവും അംഗീകരിക്കുന്നുണ്ട്. എങ്കിൽ പോലും ആ നിർമ്മാണം പൂർത്തിയാക്കുന്ന സമയം വരെ എന്ത് ബദൽ പാത എന്നുള്ള കാര്യം, അതുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശം അത് സംസ്ഥാനം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഒപ്പമാണ് ഈ സമയബന്ധിതമായി ദേശീയപാത പദ്ധതി പൂർത്തിയാക്കുക, ദേശീയപാത 66-ന്റെ എന്നുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ തന്നെ ദേശീയപാത 66 പൂർത്തിയാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ അത്തരത്തിൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ദേശീയപാത തകരുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ സമയബന്ധിതമായി ഈ നടപടികൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുള്ള വേണമെന്ന ആവശ്യം കേരളം മുന്നോട്ട് വച്ചിട്ടുണ്ട് ഈ കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് മുന്നിൽ. ഇതോടൊപ്പം കേരളത്തിൻ്റെ മറ്റ് ചില ദേശീയപാത വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട ചില പുതിയ പദ്ധതികൾ ഉൾപ്പെടെ ഈ കൂടിക്കാഴ്ചയിൽ സംസ്ഥാനം മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് എങ്ങനെയാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികരണം എന്നീ കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. നിലവിലിപ്പോൾ മന്ത്രിമാർ, മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസും കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസും ചീഫ് സെക്രട്ടറി A ജയതിലക് അടക്കമുള്ള സംഘം ഈ ട്രാൻസ്പോർട്ട് ഭവനിൽ നിന്നും മടങ്ങിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇവിടെ തുടരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണവും ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. സാധാരണ നിലയിൽ കേരളത്തിന്റെ വികസനത്തിൽ പ്രത്യേകിച്ചും
ദേശീയപാതാ വികസനത്തിൽ കേരളത്തിൻ്റെ നടപടികളെ തുടർച്ചയായി തന്നെ അദ്ദേഹം പാർലമെന്റിനകത്തും പുറത്തും പ്രകീർത്തിച്ചിട്ടുണ്ട്. അത് സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളോട്, പ്രത്യേകിച്ച് ദേശീയപാതാ വികസന പദ്ധതികളോട് അനുഭാവപൂർവമായ ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു മന്ത്രിയാണ് എന്ന ഒരു വികാരം തന്നെയാണ് സംസ്ഥാനത്തിനും ഉള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരളത്തിൻ്റെ ഈ ഒരു ദേശീയപാതയിൽ ഉൾപ്പെടെ ഏറെ ശ്രദ്ധ പുലർത്തുന്ന ഒരു മന്ത്രിയാണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി അടക്കമുള്ള സംഘം മടങ്ങിയിരിക്കുന്നു. വൈകിട്ട് 4 മണിക്ക് സംസ്ഥാനം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ, അതിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണങ്ങൾ എന്നീ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഉന്മേഷ്. ശരി, ഡൽഹിയിലെ കൂടിക്കാഴ്ച പൂർത്തിയായിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി, കേന്ദ്രം എന്ത് നിലപാടാണ് സ്വീകരിച്ചത്, ഇതൊക്കെ 4 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കും. ബൽറാം മുരിങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.